നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Ideal Decor, Home and Office Furniture and Accessories. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, കാസർഗോഡ്, ചെറുവത്തൂർ, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂൾ മുൻവശം, പയ്യന്നൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ഫെസ്റ്റിന് തിരശ്ശീല വീണു. സമാപന സമ്മേളനം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. CPM കാസർഗോഡ് ജില്ലാ ഓഫീസ് തകർത്തതിൽ പ്രതിഷേധിച്ച് CPM തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം. ചെറുപുഴ കൊല്ലാട പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രവർത്തനം നിലച്ചു. പാലത്തിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 13 ചെറുപുഴയിൽ പൊതുസമ്മേളനം. തൃക്കരിപ്പൂർ മധുരങ്കയിൽ കുടിവെള്ളം നിലച്ചിട്ട് 4 ദിവസങ്ങൾ പിന്നിട്ടു. അധികൃതരെ വിവരമറിയിച്ചെങ്കിലും നടപടിയൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. CPIM സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂരിന് ഉത്സവരാവുകൾ സമ്മാനിച്ച് പയ്യന്നൂർ ഫെസ്റ്റിന് തിരശ്ശീല വീണു. ഒരു മാസക്കാലത്തോളം പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനതയ്ക്ക് വൈജ്ഞാനികവും സാംസ്കാരികവുമായ നിരവധി കാഴ്ചകളാണ് ഫെസ്റ്റ് സമ്മാനിച്ചത്. സമാപന സമ്മേളനം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 18 മുതലാണ് പയ്യന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പയ്യന്നൂർ ഫെസ്റ്റിന് തുടക്കമായത്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഉൾപ്പെടെ നിരവധി അത്ഭുത കാഴ്ചകളുടെയും അമ്യൂസ്മെന്റ് പാർക്കുകളുടെയും മായാലോകമായ പയ്യന്നൂർ ഫെസ്റ്റ് നഗരിയിലേക്ക് ആയിരങ്ങളാണ് ഫെസ്റ്റ് ദിവസങ്ങളിൽ ഒഴുകിയെത്തിയത്. സമാപന ദിവസങ്ങളായ 10-11 തീയതികളിൽ CRPF പെരിങ്ങോം സെന്ററിന്റെ പവലിയനും ആരംഭിച്ചതോടെ ഫെസ്റ്റിലേക്കുള്ള ജനപ്രവാഹം വർദ്ധിച്ചിരുന്നു. 25 ദിവസങ്ങളായി നടത്തിവരുന്ന പയ്യന്നൂർ ഫെസ്റ്റിൽ നിന്നും കിട്ടുന്ന സാമ്പത്തിക ആദായം നിർധനരായ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെസ്റ്റിലെത്തുന്ന മുഴുവൻ ആളുകളും അവരറിയാതെ തന്നെ ആതുര സേവന രംഗത്ത് പങ്കാളികളാവുകയായിരുന്നു എന്ന പ്രത്യേകതയും ഫെസ്റ്റിനുണ്ടെന്നും സംഘാടകർ അവകാശപ്പെടുന്നു. പയ്യന്നൂർ ഫെസ്റ്റിന്റെ വിജയകരമായ നടത്തിപ്പിന് സഹകരിച്ച് സമൂഹത്തിലെ നാനാതലത്തിൽപ്പെട്ട ആളുകളോടും നഗരസഭയ്ക്കുള്ള നന്ദിയും അധികൃതർ രേഖപ്പെടുത്തി. CPM കാസർഗോഡ് ജില്ലാ ഓഫീസ് തകർത്തതിൽ പ്രതിഷേധിച്ച് CPM തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KV പത്മനാഭൻ, MV സുകുമാരൻ, PV അനുമോദ്, A കുഞ്ഞമ്പു എന്നിവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ മധുരങ്കയിൽ കുടിവെള്ളം നിലച്ചിട്ട് 4 ദിവസങ്ങൾ പിന്നിട്ടു. 100ഓളം നിർധന കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ മാത്രമാണ് വെള്ളത്തിനുള്ള ഏക ആശ്രയം. മോട്ടോർ കത്തിയതാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 100-ലേറെ കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് അധിവസിക്കുന്നത്. വർഷങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള കണക്ഷനെ ആശ്രയിച്ചാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള വെള്ളത്തിന് മറ്റൊരു മാർഗവുമില്ലാത്ത കുടുംബങ്ങളാണ് കഴിഞ്ഞ 4 ദിവസമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സമീപ പ്രദേശത്തെ വൾവക്കാട് നിന്നും രാവിലെയും വൈകിട്ടും പാത്രങ്ങളിൽ തലച്ചുമടായി കുടിവെള്ളം എത്തിച്ചാണ് ഇപ്പോൾ ആവശ്യകാര്യങ്ങൾ നിറവേറ്റുന്നതെന്നും ഇവർ പറയുന്നു. നമ്മൾ രാവിലെ പണിക്കോന്ന ആളാണ്. വൈകുന്നേരം ആകുമ്പം വന്നിട്ടാ വെള്ളത്തിന് കൊണ്ട് ഭയങ്കര വിഷമം തന്നെ. ഇപ്പം 4 ദിവസമായി. വിളിച്ച സമയത്ത് പറഞ്ഞു മോട്ടർ കത്തിയതാണ്, അത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ മോട്ടർ കത്തിയത് മാറ്റലല്ലേ. അപ്പോൾ ഈ പറഞ്ഞു പിന്നെ അത്
പണിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വേറെ മോട്ടർ മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ അപ്പം പണിക്കാർ പറഞ്ഞ പോലും ഇത് അതിൻ്റെ ബൈൻഡിങ് പറ്റിയതാണ്, അത് റിപ്പയർ ചെയ്യാനില്ലോ എന്നാണ് പറഞ്ഞത്. മോട്ടോർ തകരാറിലായത് അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മോട്ടോർ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി സംസാരിച്ചുവെങ്കിലും പഴയ പമ്പ് ഹൗസ് ആയതിനാൽ ശക്തിയേറിയ ആധുനിക മോട്ടോർ സ്ഥാപിക്കാൻ സാധിക്കില്ലെന്ന മറുപടിയാണ് നാട്ടുകാർക്ക് ലഭിച്ചത്. പ്രശ്നം രൂക്ഷമായതോടെ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും കുടിവെള്ള വിതരണം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഫ്ലവർ ഷോയ്ക്ക് മുന്നോടിയായി ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. ജനുവരി 29 മുതൽ ഫെബ്രുവരി 9 വരെ നടക്കുന്ന ഫ്ലവർ ഷോയ്ക്ക് മുന്നോടിയായാണ് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. UKG, LP, UP, HS തുടങ്ങിയ വിഭാഗങ്ങൾക്കായിരുന്നു മത്സരം. ചിത്രരചനയിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ഉയർന്ന മേഖലയിൽ എത്തിപ്പെടേണ്ട ഈ കുട്ടികൾക്ക് താൻ എല്ലാവിധ ആശംസകളും നേരുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ പറഞ്ഞു. പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ്. പയ്യന്നൂർ JCC ഫ്ലവർ ഷോയുടെ ഭാഗമായി ഇത്രയും വിപുലമായ രീതിയിൽ ഈ ഒരു മത്സരം സംഘടിപ്പിച്ചത് JCCയുടെ ഭാഗമായിട്ട് അഭിനന്ദിക്കുകയാണ്. ചടങ്ങിൽ കരിപ്പിരി ബാലൻ അധ്യക്ഷനായി. അനീഷ് TV, VV രവീന്ദ്രൻ നായനാർ, CK രാജേഷ്, KC സുനിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CPIM സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം നോർത്ത് ലോക്കൽ കമ്മിറ്റി പെരുമ്പാപ്പാലം മുതൽ പയ്യന്നൂർ കോളേജ് സ്റ്റോപ്പ് വരെ ശുചീകരിച്ചു. CPIM സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായാണ് പെരുമ്പാപ്പാലം മുതൽ പയ്യന്നൂർ കോളേജ് സ്റ്റോപ്പ് വരെ കുഞ്ഞിമംഗലം നോർത്ത് ലോക്കൽ കമ്മിറ്റി ശുചീകരണ പ്രവൃത്തി നടത്തിയത്. CPIM ലോക്കൽ സെക്രട്ടറി VT അമ്പു, M പത്മനാഭൻ, P ഇന്ദിര, P രാഗിണി, M വിജിൻ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ചെറുപുഴ കൊല്ലാടപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രവർത്തനം നിലച്ചു. ഈ സാഹചര്യത്തിൽ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പാലം ഉപഭോക്താക്കൾ. പാലത്തിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 13 ചൊവ്വാഴ്ച പൊതുസമ്മേളനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും പാടിയൊട്ടിച്ചാൽ ടൗണിനടുത്തുള്ള കയറ്റവും ഇറക്കവും വെള്ളം പോകാൻ ആവശ്യമായ ഓട നിർമ്മിക്കുന്നതിനുള്ള സംവിധാനവും എത്രയും വേഗം ഉണ്ടാക്കണമെന്നും റോഡിനാവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയ ആളുകളുടെ വീട്ടിലേക്ക് വാഹനഗതാഗതം സുഗമമാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. എത്രയും വേഗം പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 13 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് പൊതുസമ്മേളനവും നടത്തും. K ശ്രീധരൻ, R വിശ്വനാഥ പൊതുവാൾ, K രാജൻ, KP ഗംഗാധരൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. CMP പെരിങ്ങോം ഏരിയ സമ്മേളനം പെരിങ്ങോം വ്യാപാര ഭവനിൽ നടന്നു. CMP സംസ്ഥാന സെക്രട്ടറി പാട്യം രാജൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോം വ്യാപാര ഭവനിൽ MVR നഗറിൽ നടന്ന സമ്മേളനം CMP സംസ്ഥാന സെക്രട്ടറി പാട്യം രാജൻ ഉദ്ഘാടനം ചെയ്തു. ആ മുസ്ലിം ന്യൂനപക്ഷത്തിൽ തന്നെ ഏതാണ്ട് 75% പഴയ കാലം മുതൽ തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വാസം വർദ്ധിച്ചിട്ടുള്ളവരാണ്. ആ വിശ്വാസം നശിപ്പിക്കുന്നതിലൂടെയാണ് കഴിഞ്ഞ ഗവൺമെന്റിന് CK നാരായണൻ, TP സുനിൽകുമാർ, KV വിജയൻ, CK പ്രസാദ്, പത്മനാഭൻ, പലേരി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ഏരിയ സെക്രട്ടറിയായി KV വിജയനെ തിരഞ്ഞെടുത്തു. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കരിവള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിവള്ളൂരിൽ ശുചീകരണ പ്രവർത്തനങ്ങളും പാലക്കുന്ന് ചക്ലിയ കോളനിയിൽ പൈപ്പ് കമ്പോസ്റ്റ് സ്ഥാപിക്കലും നടത്തി. TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ പക്ഷിക്കളികളൊക്കെ പാറിക്കളിച്ചിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള കേരളം എവിടെയാണ് എന്ന് അയ്യപ്പണിക്കർ ചോദിക്കുന്ന ചോദ്യം സജീവമായിട്ട് ഉയർന്നു വരുന്ന ഒരു തലത്തിലേക്ക് കേരളം മാറിത്തീരുന്നു. പ്ലാസ്റ്റിക് കൊണ്ട് മൂടുന്ന മണ്ണായിട്ട് നമ്മുടെ മണ്ണ് മാറുന്നു. നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കാൻ സാധിക്കാത്തവരായിട്ട് കേരളം മടിയന്മാരുടെ നാടായിട്ട് തീരുന്നു. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കരിവള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി നടത്തിയത്. പാലക്കുന്ന് ചക്ലിയ കോളനിയിലെ 15 കുടുംബങ്ങൾക്ക് പൈപ്പ് കമ്പോസ്റ്റ് സ്ഥാപിക്കലും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ MV അപ്പക്കുട്ടൻ, KM പ്രദീപൻ എന്നിവർ സംസാരിച്ചു. കാന ഗോവിന്ദൻ പദ്ധതി വിശദീകരണം നടത്തി. ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വായനാ മത്സരം സംഘടിപ്പിച്ചു. മത്സരം GD നായർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൌൺസിൽ നഗരസഭാതിർത്തിയിലുള്ള UP തല വിദ്യാർത്ഥികൾക്കായാണ് വായനാ മത്സരം സംഘടിപ്പിച്ചത്. ഓരോ വിദ്യാലയത്തിൽ നിന്നുമായി 5 കുട്ടികൾ വീതം മത്സരത്തിൽ പങ്കെടുത്തു.
ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ KV നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. പുത്തലത്ത് അച്യുതൻ, VT കുമാരൻ, V ശിവകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏറ്റുകുടുക്ക ദിലാൽ മസ്ജിദ് പരിപാലന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും പ്രഭാഷണവും സംഘടിപ്പിച്ചു. പരിപാടി മുസ്തഫ അസ്ഹാരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റുകൊടുക്ക ദിലാൽ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നബിദിനം വിപുലമായി ആഘോഷിച്ചു. പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി കിണർമുക്ക് ചുറ്റി ഏറ്റുകൊടുക്കയിൽ സമാപിച്ചു. റാലിക്ക് സെയ്ദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ, P അബ്ദുറഹ്മാൻ മൗലവി, PK അബ്ദുൽ ഖാദർ, PK ഷാജഹാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുസ്തഫ അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ റഹ്മാൻ മൗലവി അധ്യക്ഷനായി. മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതിയുടെ ഈ വർഷത്തെ മുൻഷി അവാർഡിന് ഡോക്ടർ KG പൗലോസിനെ തെരഞ്ഞെടുത്തു. 15,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരളത്തിലെ പ്രഗത്ഭരായ സംസ്കൃത പണ്ഡിതർക്കാണ് പുരസ്കാരം നൽകിവരുന്നത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ രജിസ്ട്രാറും കോട്ടയ്ക്കൽ ആര്യവേദശാലയുടെ പ്രസിദ്ധീകരണ വിഭാഗം ചീഫ് എഡിറ്ററും തൃപ്പൂണിത്തറ സംസ്കൃത കോളേജ് പ്രിൻസിപ്പളുമായിരുന്നു ഡോക്ടർ KG പൗലോസ്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കലാമണ്ഡലം അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ഇതിനോടകം നേടിയിട്ടുള്ള ഇദ്ദേഹത്തെ രാഷ്ട്രീയ സംസ്ഥാൻ ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചിട്ടുണ്ട്. ലഘു സംസ്കൃത കൂടിയാട്ടം അഭിനയത്തിന്റെ തുടർച്ചയും വളർച്ചയും, ഭാവശില്പം, നവോത്ഥാനത്തിന്റെ നിറമെന്ത് തുടങ്ങി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 20 ഗ്രന്ഥങ്ങളും അനേകം ഗവേഷണ പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട്. 40ഓളം ഗ്രന്ഥങ്ങളുടെ പ്രസാധനം നിർവഹിച്ചു. 18 വാല്യങ്ങളിൽ 18,000 പേജോടെ DC ബുക്സ് പ്രസിദ്ധീകരിച്ച മഹാപുരാണ പരമ്പരയുടെ ജനറൽ എഡിറ്റർ കൂടിയാണ് KG പൗലോസ്. മുൻവർഷങ്ങളിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട്, പ്രൊഫസർ വാസുദേവൻ പോറ്റി, ഡോക്ടർ K വിജയൻ, ഡോക്ടർ NVP ഉണിത്തിരി എന്നിവർക്കായിരുന്നു പുരസ്കാരം. ഡോക്ടർ E ശ്രീധരൻ, P അപ്പുകുട്ടൻ, P പത്മനാഭൻ, E രാമചന്ദ്രൻ, KP വിജയകൃഷ്ണൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. CPIM കരിവള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്ന് ദേശീയപാതയോരം ശുചീകരിച്ചു. നിരവധി പേർ പങ്കെടുത്തു. CPIM കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്ന ശുചിത്വ കേരളം സുന്ദര കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ദേശീയപാതയോരം ശുചീകരിച്ചത്. കാടുമൂടി മാലിന്യങ്ങൾ നിറഞ്ഞ പാതയോരം JCB ഉപയോഗിച്ച് വൃത്തിയാക്കി. വിദ്യാലയങ്ങളടക്കം നിരവധി പൊതുസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ ഭാഗം കാടുമൂടിക്കിടുന്നത് പലവിധ പ്രശ്നങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് CPM ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നിരവധി പേർ പങ്കാളികളായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ കമ്മിറ്റി മെമ്പർ EP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരവും പട്ടണവും അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വപരമായ ഉത്തരവാദിത്തം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ EP തമ്പാൻ മാസ്റ്റർ, K നാരായണൻ, P കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. BMLP സ്കൂളിൽ നടന്ന ക്യാമ്പ് പ്രൊഫസർ PC മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പാപ്പരാകുക എന്ന് പറയുന്നത് വരുമാനമില്ല, അതേ സമയത്ത് തന്നെ കടവുമുള്ള ഒരാളെയാണ് പാപ്പ എന്ന് പറയുന്നത്. പാപ്പർ സൂട്ട് കേട്ടിട്ടോ? ഇപ്പൊ VN കൊടുത്തിട്ട് ഞാൻ ഒരു 10,000 കൊടുക്കാണ്ട് കഴിയും. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ BMLP സ്കൂളിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ രാജീവ് കണ്ണോത്ത് അധ്യക്ഷനായി. VN എരിപുരം, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, റഷീദ് കവായി, നൌഷാദ് വാഴവളപ്പിൽ, VC നാരായണൻ, K ജയരാജ്, പ്രഭാതടൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനറൽ മെഡിസിൻ, ENT, അസ്ഥിരോഗം, ഗൈനക്കോളജി തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. DYFI ആലപ്പടമ്പ വെസ്റ്റ് മേഖലാ കമ്മിറ്റി, ഏറ്റുകുടുക്ക AIP സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലിജൻ രാജൻ ഒരുക്കിയ സ്നേഹക്കൂടിന്റെ താക്കോൽദാനം ജനുവരി 12 തിങ്കളാഴ്ച AB രാജേഷ് MP നിർവഹിക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ മാസമാണ് അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ ഒരു സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് ലിജിൻ രാജിന് വേണ്ടിയിട്ട് ഒരു വീട് നിർമ്മാണ പ്രവർത്തനം. രാജന്റെ അകാല വിയോഗത്തിൽ തീർത്തും പ്രയാസത്തിൽ ജീവിക്കുന്ന കുടുംബത്തിന്റെ പരിതാപകരമായ ജീവിതാവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് DYFIയും ഏറ്റുകുടുക്ക AUP സ്കൂളും നാട്ടുകാരും ചേർന്ന് വീട് നിർമ്മിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ TV രാജേഷ് MLAയാണ് വീടിന് തറക്കല്ലിട്ടത്. തുടർന്ന് നാട്ടുകാരുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടുകൂടി പ്രവൃത്തി പൂർത്തീകരിച്ചു. ജനുവരി 12 ഉച്ചയ്ക്ക് 3 മണിക്ക് MP രാജേഷ് MP വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും നിർവഹിക്കും. C കൃഷ്ണൻ MLA അധ്യക്ഷനാകും.
ടി വി രാജേഷ് MLA, പ്രൊഫസർ KA സരള, TK മാധവൻ നമ്പൂതിരി, EP കരുണാകരൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് നാട്ടുപൈതൃകം കലാപരിപാടിയും അരങ്ങേറുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. K. രവീന്ദ്രൻ മാസ്റ്റർ, MB സുനിൽകുമാർ, PV ബാലൻ, T. വിജയൻ, T. ജയകുമാർ, P. രതീഷ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ രോഗബാധിതനായ C. ഉണ്ണികൃഷ്ണന് കുട്ടികളുടെ ഒരു കൈ സഹായം. കുട്ടികൾ സ്വരൂപിച്ച തുക നഗരസഭാ അധ്യക്ഷ KV ലളിത കൈമാറി. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ കുട്ടികൾ മാതൃകയാവുകയാണ്. മറ്റുള്ളവർ ക്രിസ്മസും പുതുവത്സരവും അടിച്ചുപൊളിച്ചപ്പോൾ ഇവർ അതു ചെയ്യാതെ ആ തുക കാരുണ്യ പ്രവർത്തികൾക്കായി ചെലവഴിക്കുകയായിരുന്നു. സ്വന്തം ഗ്രാമത്തിലെ രോഗബാധിതനായ C. ഉണ്ണികൃഷ്ണന് തങ്ങൾ സ്വരൂപിച്ച തുക ഇവർ നൽകി. ഈ കുട്ടികൾ നന്മയുള്ളവരാണെന്നും ഇത് ചെയ്യുവാനുള്ള ഇവരുടെ മനസ്സ് മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ എന്നും തുക കൈമാറിക്കൊണ്ട് KV ലളിത പറഞ്ഞു. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം ഏറ്റവും സന്തുഷ്ടമാകുന്നത് തങ്ങളാൽ കഴിയുന്ന സേവനം, സഹായം, സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി എന്ന് നമുക്ക് കരുതാം. ഗൗതമൻ, ശ്രീഹരി, നവനീത് ബാലൻ, ഗോപികൃഷ്ണൻ, സാഗിദ്, അഭിറാം, ആദിത്യൻ, അതുൽ, അമൽ, നവനീത്, അശോക്, അനന്തകൃഷ്ണൻ തുടങ്ങിയവരാണ് പണം സ്വരൂപിച്ചത്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ അത്തായി പത്മിനി അധ്യക്ഷയായി. K. ശിവകുമാർ, KK കുമാർ, K. അനിത, അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. CWSA കാസർഗോഡ് ജില്ലാ സമ്മേളനം ജനുവരി 12 തിങ്കളാഴ്ച തൃക്കരിപ്പൂർ കൂലേരി നന്ദനം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 12 തിങ്കളാഴ്ച CWSA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് BK അബ്ദുൽ സമദ് പതാക ഉയർത്തുന്നതോടെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കൊടിയുയരും. പ്രതിനിധി സമ്മേളനം CWSA കുടുംബക്ഷേമ മാനേജിംഗ് ട്രസ്റ്റി A. പ്രേമൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ CWSA സംസ്ഥാന പ്രസിഡന്റ് KV രമണൻ മുഖ്യപ്രഭാഷണം നടത്തും. പൊതുസമ്മേളനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ട്രഷറർ PK വിജയൻ മുഖ്യപ്രഭാഷണം നടത്തും. ശിവാനന്ദൻ, സഹദേവൻ, PP കുഞ്ഞിക്കണ്ണൻ, ജോണി, TP ദാമോദരൻ, കഞ്ചിൽ രാജൻ, K. ശശി, N. ദാമോദരൻ, അരവിന്ദൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങോം മേഖലാ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലിയും പൊതുയോഗവും നടത്തി. മുഹമ്മദ് റഫീഖ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോം ജമാഅത്ത് പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുഹമ്മദ് റഫീഖ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ആ പുസ്തകത്തിൽ അദ്ദേഹം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും തുല്യതയില്ലാത്ത മഹാപ്രവാചകനാണെന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് അദ്ദേഹം ചില കാരണങ്ങൾ നിരത്തുന്നു. അതിൽ പ്രധാനമായ ചില കാരണമാണ് അദ്ദേഹം പറയുന്നത്, ലോകത്തിന് എന്തെങ്കിലും സംഭാവന, ശാശ്വതമായ സംഭാവന ഈ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനിലൂടെ കിട്ടിയിട്ടുണ്ടോ? K. മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ഫിർദോസ് ഫൈസി ഇർഫാനി, ഷമീർ കൊരങ്ങാട്, റഷീദ് M, മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, അബ്ദുൾ റഹ്മാൻ മച്ചിയിൽ എന്നിവർ പ്രസംഗിച്ചു. വെള്ളൂർ കണിയേരി വയലിൽ കൊക്കുകളുടെ ഉത്സവം. മനോഹരമായ കൊക്കുകളെ കാണാൻ ദിവസേന നിരവധി പേരാണ് വയലിലേക്കെത്തുന്നത്. വിവിധ തരത്തിലുള്ള കൊക്കുകളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ഇനി ഉത്സവ വിശേഷങ്ങൾ. തൃക്കരിപ്പൂർ കൊയോങ്കര പുതിയ തട്ടിനു മീത്തൽ ശ്രീ പൂമാലക്കാവിൽ പുതിയ ഭഗവതിയുടെ ദേവനർത്തകനായി നീലേശ്വരം പാലായിലെ മാമുനി വൈക്കത്ത് തറവാട്ടിൽ കൃഷ്ണൻ വെളിച്ചപ്പാടൻ ആചാരപ്പെട്ടു. കൊയോങ്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പുതിയ ഭഗവതിയുടെ നർത്തകൻ്റെ ആചാരപ്പെടലാണ് ഇവിടെ നടക്കുന്നത്. ഞായറാഴ്ച രാവിലെ തൃക്കരിപ്പൂർ കൊയോങ്കര ശ്രീ പൂമാല ക്ഷേത്രത്തിൽ നടന്ന വിവിധ ചടങ്ങുകൾക്കു ശേഷമാണ് കൃഷ്ണൻ വെളിച്ചപ്പാടൻ ആചാരപ്പെട്ടത്. ക്ഷേത്രേശ്വരന്മാരും ആചാരക്കാരും ക്ഷേത്രം കോയ്മ K. ഭാസ്കരൻ മാസ്റ്റർ, കുഞ്ഞിരാമ പൊതുവാൾ, C. കൃഷ്ണൻ നായർ, ക്ഷേത്രം സ്ഥാനികർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകം തട്ടിനു താഴെ നടക്കുന്ന ഒറ്റക്കൊല മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. നാൾമരം മുറിക്കുന്നതിനായി കഴകം സ്ഥാനികരും ഭാരവാഹികളും ഉപക്ഷേത്രങ്ങളിലെ സ്ഥാനികന്മാരും ബാല്യക്കാരുമടക്കം നിരവധി പേർ വാദ്യഘോഷത്തോടെ കഴകപരിധിയിലെ കഞ്ചിയിലെത്തി നിശ്ചയിച്ചു വെച്ച പ്ലാവുമരത്തിന് സ്ഥാനികരും ആചാരക്കാരും കുറിയിട്ട് സമ്മതമെടുത്ത ശേഷം മരം മുറിക്കാനുള്ള അവകാശികൾ മരത്തിൽ കുത്തിട്ടു. ആദ്യം വീണ മരച്ചിലിന്റെ ഒത്തലക്ഷണത്തോടെ മരം മുറിയാരംഭിച്ചു. ഉയരമുള്ളതും കാതലുള്ളതുമായ പ്ലാവുമരം മഴുവിന്റെ സഹായത്താൽ മുറിച്ച് നിലം തൊടാതെ ബാലിക്കാർ ചുമലിലേറ്റി വാദ്യസമേതം ഘോഷയാത്രയെ രാമവില്യം കഴകത്തിൽ തട്ടിന് താഴെ എത്തിച്ചതോടെ ചടങ്ങ് അവസാനിച്ചു. ഫെബ്രുവരി 22-23 തീയതികളിലാണ് ഒറ്റക്കൊല മഹോത്സവം. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇളമ്പച്ചി സെവൻസിൽ അട്ടിമറി വിജയം നേടി സൂപ്പർ സോക്കർ ബീച്ചാരക്കടവ് ഫൈനലിൽ. സെവൻസ് രാജാക്കന്മാരായ ഷൂട്ടേഴ്സ് പടനയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മുട്ടുകുത്തിച്ചാണ് സോക്കർ ഫൈനലിലെത്തിയത്. ഗാലറിക്ക് താങ്ങാനാവാത്തത്ര ഫുട്ബോൾ ആരാധകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ മൈതാനത്തിൽ വിജയം മാത്രം പ്രതീക്ഷിച്ചിറങ്ങിയ ഷൂട്ടേഴ്സ് പടനയുടെ പ്രകടനം കാണികളെ നിരാശപ്പെടുത്തി. അമിത വിശ്വാസത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ശനിയാഴ്ച നടന്ന 2ാം സെമിയിൽ ഇളമ്പച്ചി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ കണ്ടത്. സംഘാടകരെ പോലും വിസ്മയിപ്പിച്ച ജനക്കൂട്ടമായിരുന്നു മൈതാനിയിൽ. പന്തടക്കത്തോടെയുള്ള സൂപ്പർ സോക്കർ ബീച്ചരിക്കടവിന്റെ ചുണക്കുട്ടന്മാരുടെ സഡൻ അറ്റാക്കിൽ പടന പതറിപ്പോവുകയായിരുന്നു. ഒന്നിനു പിറകെ 2ാം ഗോൾ കൂടി വീണതോടെ സോക്കർ ആരാധകർ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ജയ് വിളിച്ചു. 3ാമതും ഗോൾ വീണതോടെ ഷൂട്ടേഴ്സ് പടനയുടെ പ്രതീക്ഷ കൈവിട്ടു. കാണികൾ നിരാശയോടെ ഗ്രൗണ്ട് വിടുന്നതായിരുന്നു പിന്നെടുത്ത കാഴ്ച. മത്സരത്തിലെ മികച്ച താരമായി സൂപ്പർ സോക്കർ ബീച്ചരിക്കടവിന്റെ മമ്മദിനെ തെരഞ്ഞെടുത്തു. ജനുവരി 12-ന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ ആർട്സ് എട്ടിക്കുളവും സൂപ്പർ സോക്കർ ബീച്ചരിക്കടവും ഏറ്റുമുട്ടും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി അറിയിപ്പുകൾ. KSEB മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ജനുവരി 12 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ വൈദ്യുതി ഭവന്റെ മുന്നിൽ കുടുംബധർണ നടത്തുന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. കണ്ടങ്കാളി കാർലിക്കര ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി 12 മുതൽ 15 വരെ നടക്കും. മഹാത്മാഗാന്ധി പയ്യന്നൂർ സന്ദർശിച്ചതിന്റെ 81ാം വാർഷികം പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 12 തിങ്കളാഴ്ച വിപുലമായി ആഘോഷിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂർ ഫെസ്റ്റിന് തിരശ്ശീല വീണു. സമാപന സമ്മേളനം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. CPM കാസർഗോഡ് ജില്ലാ ഓഫീസ് തകർത്തതിൽ പ്രതിഷേധിച്ച് CPM തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം. ചെറുപുഴ കൊല്ലാട പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രവർത്തനം നിലച്ചു. പാലത്തിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി 13-ന് ചെറുപുഴയിൽ പൊതുസമ്മേളനം. തൃക്കരിപ്പൂർ മധുരങ്കയിൽ കുടിവെള്ളം നിലച്ചിട്ട് 4 ദിവസങ്ങൾ പിന്നിട്ടു. അധികൃതരെ വിവരമറിയിച്ചെങ്കിലും നടപടിയൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. CPIM സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.